പ്രാണനായവൾ. രചന ഡ്യൂ ഡ്രോപ്പ്. മോനെ, അവള് പോയടാ. നീ പ്രാണനെ പോലെ കൊണ്ടുനടന്നിട്ട് ഇന്നലെ കണ്ട ഏതൊരുത്തനായിട്ട് ആ ഒരുമ്പെട്ടവള് പോയി. അലറിക്കരഞ്ഞ് പറയുന്ന അമ്മയുടെ വാക്കുകൾ അഭി ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. കോള് കട്ടാക്കിയതോ താൻ ബോധരഹിതനായി വീണതോ ഒന്നും അവൻ അറിഞ്ഞതേയില്ല. അഭി, എഴുന്നേൽക്കടാ ചെക്ക. തേനൂറുന്ന ശബ്ദത്തോടെയുള്ള അവളുടെ ആ കൊഞ്ചൽ നിറഞ്ഞ വിളിയിൽ അതരങ്ങളിൽ തെളിഞ്ഞ പുഞ്ചിരിയോടെ അഭി കണ്ണുകൾ തുറന്നു. മുകളിൽ കറങ്ങുന്ന ഫാനും ചുറ്റിലും ഒരു ഇരുമ്പലോടെ കേൾക്കുന്ന ആളുകളുടെ ശബ്ദവും. താനൊരു ഹോസ്പിറ്റലാണെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. ഓഫീസിലിരിക്കുമ്പോൾ അമ്മയുടെ നിർത്താതെയുള്ള ഫോൺ വന്നു. താനത് അറ്റൻഡ് ചെയ്ത് അവൻ ഓർത്തെടുത്തു. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കെ കയ്യിലിട്ട ട്രിപ്പിനെ കുറിച്ചൊന്നും അറിയാതെ അവൻ ഒപ്രാളപ്പെട്ട് എഴുന്നേറ്റു. ഏയ് അഭയ്, താനെന്താ ചെയ്യുന്നത്? തനിക്കിത് എന്തു പറ്റി? തന്റെ കൊളീഗായ ആദിലിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് കൂടെ വർക്ക് ചെയ്യുന്നവരിൽ 1-2 പേർ തനിക്കടുത്തുണ്ടെന്ന് അഭയ് ശ്രദ്ധിക്കുന്നത് തന്നെ. ഏയ് നത്തിങ്, എനിക്കൊന്ന് വീട്ടിൽ പോകണം. ആദി, താൻ എനിക്ക് വേണ്ടി MDക്ക് ഒരു ലീവ് ആപ്ലിക്കേഷൻ മെയിൽ ചെയ്യൂ. അതാ എൻ്റെ ഫോണ്. കയ്യിലെ ഫോൺ അൺലോക്ക് ചെയ്ത് അവൻ ആദിൽ നൽകിയതും അവൻ മറുത്തൊന്നും പറയാതെ വാങ്ങി. അഭയും ഭാര്യ അവൻ്റെ അമ്മയും പുഞ്ചിരിയോട് ചേർന്ന് നിൽക്കുന്നൊരു വാൾപേപ്പർ സ്ക്രീനിൽ തെളിഞ്ഞു കണ്ടതും മനോഹരമായ ആ ദൃശ്യാവനിലും പുഞ്ചിരി വിടർത്തിച്ചു. അത്രമേൽ ഇമ്പമാർന്നൊരു കാഴ്ചയായിരുന്നത്. ആദിൽ ലീവ് ആപ്ലിക്കേഷൻ നൽകുന്ന സമയം കൊണ്ട് അഭയ് നഴ്സിനെ കൊണ്ട് തൻ്റെ ട്രിപ്പ് അഴിപ്പിച്ചിരുന്നു. പൊതുവെ പങ്ക്ച്വാലിറ്റിയും ഡെഡിക്കേറ്ററുമായ അഭയ്ക്ക് ലീവ് കിട്ടുകയെന്ന് പ്രയാസമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടെ വന്നവരോട് നന്ദി പറഞ്ഞവൻ തൻ്റെ നാട്ടിലേക്ക് മടങ്ങി. തിരികെയുള്ള യാത്രയിൽ തന്റെ സീറ്റിൽ അവൻ ഇരിപ്പുറപ്പിച്ചതും അതുവരെ പിടിച്ചിർത്തിയ സങ്കടങ്ങൾ അത്രയും ഒരു പേമാരി കണക്കെ പൊട്ടിയൊഴുകി. മീര തന്റെ പ്രാണനും പ്രണയമായിരുന്നവൾ. ഒരേ കോളേജിൽ പഠിച്ച് പരസ്പരം കണ്ടറിഞ്ഞ് ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടിയതല്ലേ ഞാൻ. 4 വർഷത്തെ പ്രണയവും 2 വർഷത്തെ വിവാഹ ജീവിതവും അടുത്തവൾ ഏതോ ഒരുത്തിനൊപ്പം ഇറങ്ങിപ്പോയെന്നോ. എന്റെ മീരക്ക് ഒരിക്കലും എന്നെ വിട്ടു പോവാനാവില്ല. ഒലിച്ചിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചു മാറ്റിയവൻ വിങ്ങുന്ന ഹൃദയത്തിൽ കൈ ചേർത്ത് വെച്ച് മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാലും എൻ്റെ മോനെ ഗതി വന്നല്ലോ. മരവിച്ച മനസ്സുമായി വീടിനകത്തേക്ക് അവൻ കയറിയതും അമ്മയുടെ കരച്ചിലും ബഹളവും ഒന്നുകൂടെ ഉയർന്നു. പൊന്നുപോലെ കൊണ്ടു നടന്നല്ലേടാ മോനെ നമ്മളവളെ. എന്നിട്ടും എൻ്റെ കുഞ്ഞിനോട് ഈ ചതിയാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞെൻ്റെ ഈശ്വര. അമ്മയുടെ നിലക്കാത്ത കണ്ണീരും ആകെ ക്ഷീണിച്ച കോലവും കാണെ അതുവരെ അവളോടുള്ള പ്രണയവും വിശ്വാസവും കൊണ്ട് ഹൃദയം വിങ്ങിന്നവൻ ഒരു നിമിഷം കൊണ്ട് തൻ്റെ മനസ്സിനെ കല്ലാക്കി. തന്നെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അമ്മയെ പതിയെ സോഫയിലിരുത്തിക്കൊണ്ടവൻ പറഞ്ഞു, പോയവള് പോവട്ടെ അമ്മ, നമ്മൾ വേണ്ടാത്തവരെയും നമുക്കും വേണ്ട, അത്ര തന്നെ. അച്ഛനില്ലാത്ത തന്നെ യാതൊരു സങ്കടം അറിയിക്കാതെ വളർത്തിയ അമ്മയെ തൻ്റെ സങ്കടം പറഞ്ഞവൻ തന്നോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അമ്മയ്ക്കും അത്രമേൽ പ്രിയപ്പെട്ടവളായിരുന്നു മീര എന്നവൻ വേദനയോട് ഓർത്തു. എന്നാലും അവൾക്ക് എങ്ങനെ തോന്നിയടാ മോനെ. മീരയും ഒത്തുള്ള ആ വീട്ടിലെ ഓരോ നിമിഷവും ഓർമ്മയുടെ കുത്തൊഴുകൾ പാഞ്ഞെടുക്കെ അമ്മയുടെ കണ്ണീരോടെയുള്ള ചോദ്യം അവനിൽ ദേഷ്യം നിറച്ചു. ആരോരുമില്ലാത്തവളെ കൂടെ കൂട്ടിയിട്ട് തിരികെ അവൾ സമ്മാനിച്ചതോർക്കെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയാനുള്ള പകയോടെ അവൻ മുകളിലെ തങ്ങളുടെ റൂമിലേക്ക് പാഞ്ഞു കയറി. അവൾ എവിടേക്ക് ആരോടൊപ്പം പോയി എന്നറിയാനുള്ള വ്യഗ്രതയോടെ അവൻ എന്തെങ്കിലും തെളിവിനായി ചുറ്റും പരതി. ഒടുക്കം മടച്ചു വെച്ച കബോർഡ് വലിച്ചു തുറന്നും മുകളിൽ എന്തോ ഒരു വസ്തു അവൻ്റെ മേലേക്ക് പതിച്ചിരുന്നു. ഒരു സംശയത്തോടെ അവൻ ആ സാധനം കയ്യിലെടുത്തു. മനോഹരമായ കട്ടിയാർന്ന പുറംചട്ടയുള്ളൊരു ഡയറി. അത് മീരയുടേതാണെന്ന് മനസ്സിലാക്കിയവൻ കണ്ണിലാളുന്ന അഗ്നിയോട് തുറന്നു നോക്കി. പ്രിയപ്പെട്ട അഭി, എനിക്കറിയാം നീ എന്നെ അന്വേഷിച്ചിറങ്ങുമെന്ന്. ഞാനുള്ളയിട അറിയാനായി എന്തെങ്കിലും തെളിവുകൾ പരതുമെന്ന്. അതുകൊണ്ടാണ് ഞാനിതിവിടെ വെച്ച് പോകുന്നു. അമ്മ നിന്നോട് എന്താണ് അഭി പറഞ്ഞ് എനിക്കറിയില്ല, എന്താണ് പറയുകയെന്ന്. പക്ഷെ ഒന്നെനിക്കുറപ്പാണ്, നീ എഴുത്തു വായിക്കുന്നത് എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെയാവും, അല്ലേ അഭി? മീരയുടെ വാക്കുകൾ വായിക്കാൻ അഭിയുടെ നെറ്റി ഒളിഞ്ഞു. വീണ്ടും അവൻ ആ വരികളിൽ മിഴിനട്ടു. നിന്നെ വേദനിപ്പിച്ച് നീ ഇല്ലാത്തൊരു ജീവിതം അതെനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോടാ. ആരുമില്ലാത്ത എനിക്ക് എല്ലാമായവനല്ലേ നീ. ഓർഫനേജിൽ ഇരുണ്ട ജീവിതത്തിൽ നിന്ന് എൻ്റെ പിറകെ നടന്ന് പ്രണയത്തിൻ്റെ മായാചലം കൊണ്ട് എൻ്റെ ജീവിതം വർണ്ണാഭമാക്കിയവനല്ലേ നീ. ആ നിന്നെ എനിക്ക് വേദനിപ്പിക്കാനാവോ അഭി? ഒരിക്കലുമില്ല. നമ്മുടെ വിവാഹ ദിവസം അമ്മയും അച്ഛനും ഇല്ലാത്ത എൻ്റെ കയ്യിൽ നിൻ്റെ അമ്മയുടെ കൈ ചേർത്ത് വെച്ച് ആദ്യമായി നീ പറഞ്ഞു നിനക്ക് ഓർമ്മയുണ്ടോ? ഇന്നു മുതൽ നിനക്ക് അമ്മയുണ്ട് മീര എന്ന്. അതെൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നില്ല അഭി. മനസ്സുകൊണ്ട് ഏറെ സന്തോഷിച്ച നിമിഷം. ആ നിമിഷം തൊട്ട് ഇന്നീ നിമിഷം വരെ ഞാൻ എൻ്റെ അമ്മയെ അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് ഞാനൊരു മകളായിരുന്നില്ല അഭി. ഉയർന്ന വിദ്യാഭ്യാസമുള്ള മകന് കിട്ടേണ്ട സൗഭാഗ്യങ്ങളൊക്കെയും തട്ടിത്തെറിപ്പിച്ച ഒരനാഥ പെണ്ണായിരുന്ന അമ്മയ്ക്ക് ഞാൻ ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല അഭി. നീ തന്ന നമ്മുടെ അമ്മയെ ഞാൻ ഒത്തിരി സ്നേഹിച്ചിരുന്നു. ഒറ്റയ്ക്കിരിക്കുന്ന അമ്മയ്ക്ക് കൂട്ടിനായി, ഇന്നോൾ അനുഭവിക്കാത്ത സ്നേഹവാത്സല്യം അനുഭവിക്കാനായി അത്രമേൽ കൊതിയോടെ ഉണ്ടായിരുന്ന ജോലി ഞാൻ റിസൈൻ ചെയ്ത് വീട്ടിലിരുന്നപ്പോൾ നിൻ്റെ അമ്മയുടെ മനസ്സിൽ ഞാൻ മകൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് മുടിക്കുന്നവളായിരുന്നു. നിന്നേക്കാൾ വിദ്യാഭ്യാസം കുറേ നമ്മുടെ അയൽവാസി മാനുവേട്ടൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ നിൻ്റെ അമ്മയ്ക്ക് ഞാൻ 10 പൈസ സ്ത്രീധനം കൊണ്ടുവരാത്ത ദരിദ്രവാസി പെണ്ണായിരുന്നു. എത്ര രാപ്പകലുകൾ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് നിനക്കറിയോ അഭി?
എന്തുകൊണ്ടാണ് ഞാനിതൊന്നും നിന്നോട് പറഞ്ഞില്ലെന്നല്ലേ നീ ഇപ്പം ചിന്തിക്കുന്നത്? നിനക്ക് മുന്നിൽ എന്നെ അത്രമേൽ സ്നേഹിക്കുന്ന അമ്മയെക്കുറിച്ച് ഞാനിതൊക്കെ പറഞ്ഞാൽ നീ വിശ്വസിക്കുകയായിരുന്നു അബി. ഇനി വിശ്വസിച്ചാലും അമ്മയില്ലാത്ത വേദന അനുഭവിച്ച ഞാൻ ഒരിക്കലും നിന്നെ അമ്മയിൽ നിന്ന് പിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലടാ. അതുകൊണ്ട് എല്ലാം ഞാൻ സഹിച്ചിരുന്നു. കാരണം നീ എനിക്കൊപ്പം ഉണ്ടല്ലോ. അമ്മ തരുന്ന വേദനകൾ അത്രയും നീ എന്ന പ്രണയത്തിൻ്റെ മറുമരുന്നിൽ അലിഞ്ഞില്ലാതായിരുന്നടോ. എന്നാൽ ഒന്നെനിക്ക് തീരെ സഹിക്കാനാവുന്നില്ലടാ. നമ്മുടെ കുഞ്ഞിനെ പ്രണയത്തിൻ്റെ തുടിപ്പിനെ ഇല്ലാതാക്കിയത് നിൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞ നിമിഷം അതിപ്പോഴും എനിക്ക് സഹിക്കാനാവുന്നില്ല അബി. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ നീ എന്നെ ഒഴിവാക്കുന്നു, ദേഹം മുഴുവൻ പൊന്നുകൊണ്ട് മൂടുന്നൊരാൾ നിനക്ക് ഭാര്യയായിട്ട് വരുന്ന സ്വപ്നം കണ്ട് ഛർദ്ദിച്ച ആവശ്യമായി എനിക്ക് അമ്മ എന്ന വെള്ളത്തിൽ നമ്മുടെ കുഞ്ഞിനെ കൊല്ലാനുള്ള വിഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അബി. അബിയുടെ ശരീരമാസകലം ഒരു വിറയൽ അനുഭവപ്പെട്ടു. അവിശ്വസനീയതയോടെ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ വീണ്ടും വായന തുടർന്നു. പെട്ടെന്ന് വന്ന ശക്തമായ വയറുവേദനയും ബ്ലീഡിങ്ങും പീരീഡ്സിൻ്റെ സ്ഥിര അനുഭവമായതുകൊണ്ട് തന്നെ ഞാനത് മനസ്സിലാക്കില്ലെങ്കിൽ കൂടി നിലക്കാത്ത ബ്ലീഡിങ് മൂലം ഒത്തിരി കഷ്ടപ്പെട്ടൊരു ദിവസം. തീരെ വയ്യാതെ കിടക്കുന്നതിന് കേട്ട അമ്മയുടെ കുത്തുവാക്കുകൾ നിന്നോട് ഞാൻ സൂചിപ്പിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ അബി? അമ്മയില്ലാതെ വളർന്നുകൊണ്ടാ മീരെ നിനക്കിതൊക്കെ ബുദ്ധിമുട്ടായി തോന്നുന്നു. എല്ലാ വീട്ടിലും അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ അമ്മയൊന്ന് വഴക്ക് പറഞ്ഞതിനാണോ നീ പറയുന്നത്? അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നീ ഇനിയൊരു അമ്മയാവണം. അതിനെങ്ങനെയാ? നീ പാതി പറഞ്ഞു നിർത്തിയ മറുപടി അതിനെന്നെ കൊല്ലാനുള്ള ശേഷി ഉണ്ടായിരുന്നടാ. ആ സങ്കടത്തിലേറെ വേദന സഹിച്ച് ഞാൻ എഴുന്നേറ്റ സമയത്താണ് അമ്മയുടെ റൂമിൽ നിന്ന് അടക്കി പിടിച്ച് സംസാരം കേട്ടത്. പ്രഗ്നൻ്റ് ആണെന്ന് സംശയം തോന്നിയ ഉടനെ ആ കുഞ്ഞിനെ അമ്മ ഇല്ലാതാക്കിയതും ഈ രാത്രിയിൽ എന്നെ ഉറക്കി കിടത്താമെന്നും വന്ന് കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്ന ഒരു നടുക്കത്തോടെ ഞാൻ കേട്ടത്. നീ പ്രണയത്തോടെ തലോടി എൻ്റെ ഈ ശരീരം മറ്റൊരാൾ ചൂഴും നോക്കുന്ന പോലും വെറുപ്പും അറപ്പുമാണ് എനിക്ക്. പിന്നെ ഒന്നും ഞാൻ ആലോചിച്ചില്ല ബി. രാത്രി പതിവില്ലാതെ അമ്മ തന്ന പാൽ കുടിച്ചെന്ന ഭാഗത്തോടെ ഞാൻ ഉറക്കഭിനയിച്ച് കിടന്നു. അമ്മ തിരികെ പോയ സമയത്താണ് ഞാൻ എഴുതുന്ന മുഴുവൻ. ഞാൻ ഇറങ്ങിയാണ് ബി. എനിക്കിനി ഇവിടെ നിൽക്കാനാവില്ലടാ. പക്ഷെ നീയില്ലാത്തൊരു ജീവിതം അതൊട്ടുമേ സങ്കല്പിക്കാനാവുന്നില്ല എനിക്ക്. അമ്മ സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ച് പറയുന്ന അമ്മയുടെ സ്നേഹം ആവോളം അനുഭവിക്കുന്ന എനിക്ക് ഒരിക്കലും നിൻ്റെ അമ്മയെ തള്ളിക്കളയാനാവില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിലൊരു കനലായിട്ട് ഞാനിനി വേണ്ട ബി. ഞാൻ ഇറങ്ങിയ ആർക്കും ബാധ്യതയാവാതെ. നീ എന്നെ വെറുക്കല്ലേടാ. നിൻ്റെ അമ്മയെ അറിയാത്ത അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്ത മറ്റൊരു കാര്യമുണ്ട് അബി. ഞാനെന്നാൽ നിനക്ക് ഭ്രാന്തമായൊരു ഇഷ്ടമാണ്. ആ ഒരു അറിവുള്ളതുകൊണ്ടാണ് എനിക്ക് അമ്മയ്ക്കോട് കിടന്ന് ഈ വേദനിക്കുന്ന കാണാതിരിക്കാനാണ് ഞാൻ ഇറങ്ങുന്നത്. ഇനിയൊരു ജീവിതം തുടങ്ങുമ്പോൾ നീ അമ്മയുടെ ഇഷ്ടം കൂടി നോക്കണം അബി. നീ എപ്പോഴും സന്തോഷമായിരിക്കണം. മീരയുടെ കണ്ണുനീരിനാൽ കുതിർന്ന അവസാന വരികൾ വായിച്ചതും അബി ജീവനറ്റ ശരീരം പോലെ മരവിച്ചിരുന്നു. താനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അഭിമാനിക്കുകയും ചെയ്ത് തൻ്റെ അമ്മയുടെ മറ്റൊരു ഭാവം അറിഞ്ഞവൻ, അതിലുപരി തനിക്കേറെ പ്രിയപ്പെട്ടവൾ അനുഭവിച്ചിരുന്ന യാതനകൾ അറിഞ്ഞവൻ ആ ഡയറിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരഞ്ഞു. ഉടനെ അവളെ കണ്ടെത്തുമെന്ന് തീരുമാനിച്ചവൻ എഴുന്നേൽക്കാനാഞ്ഞതും ഇന്നലെ രാത്രി റെയിൽവേ ട്രാക്കിന് സമീപം അജ്ഞാത ബോഡി കണ്ടെത്തി. പുലർച്ചയോടെ പണിക്ക് പോകുന്നവരാണ് ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട നിലയിലുള്ള പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടത്. കുറ്റവാളികൾ ഉടൻ കണ്ടെത്തുമെന്നാണ് പോലീസിന്റെ നിഗമനം. താഴെ ന്യൂസ് ചാനലിൽ നിന്ന് ഉയർന്നു കേട്ട ശബ്ദവും മോനെ എന്നുള്ള അമ്മയുടെ വിളിയും ഒരു ഭ്രാന്തനെ പോലെ അഭിരുന്നിടത്തിന് എഴുന്നേറ്റോടി. സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന തൻ്റെ പ്രിയപ്പെട്ടവളുടെ ശരീരം അവൾ തന്നെ ചിരിച്ചുകൊണ്ട് നോക്കുന്നു. ആദ്യമായിട്ട് അവളെ കണ്ടപ്പോൾ എൻ്റെ കണ്ണിലുടക്കി അതേ നിഷ്കളങ്കമായ ചിരി, താനേറെ പ്രണയത്തോടെ നോക്കിയിരുന്ന ചിരി. വിടാൻ എനിക്കെന്നെ മീരയുടെ അടുത്ത് പോകണം. അവളെന്നെ കാത്തിരിക്കാവും. ഞാനേ ഉള്ളൂ അവൾക്ക്. അലറിക്കരഞ്ഞ് കുതിർന്നവനെ പിടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന ഭ്രാന്ത ആശുപത്രിയിലെ ജീവനക്കാരെ ആ അമ്മ കണ്ണീരൊപ്പിക്കൊണ്ട് നോക്കി. മോനെ. ചങ്ക് പൊട്ടിയുള്ള ആ അമ്മയുടെ വിളിക്ക് രൂക്ഷമായിരുന്ന ഓട്ടം നൽകിയവൻ പിന്നെ പൊട്ടിച്ചിരിച്ചു. പൊടുന്നനെ ആ ഭാവം മാറി. അവളിൽ ഭീതി നിറഞ്ഞു. പോവാൻ പറയേ. നീക്ക് പേടിയാണ്. അവരെന്നെ കൊല്ലും. എന്റെ മീരെയും കൊല്ലും. ഞങ്ങളുടെ തക്കുടിനെയും കൊല്ലും. കയ്യിലൊരു തലയിണ പിടിച്ചതിനെ നെഞ്ചോടടക്കി അവൻ പറഞ്ഞതും തന്നെ പേടിയോടെ നോക്കുന്ന മകനെ മാത്രം കാണാനാവില്ലെന്ന് പോലും അവർ പൊട്ടിക്കരഞ്ഞു. അത് കണ്ടവൻ ഭീതിയോടെ വീണ്ടും തന്നെ ഇറുകെ പിടിച്ചവരിൽ നിന്ന് കുതിരിയോടി. അബി. അത്രമേൽ പ്രണയാർദ്രമായ തൻ്റെ പ്രിയപ്പെട്ടവളുടെ ശബ്ദം അബിപ്പെടുന്നതിന് നിശ്ചലമായി. അവൻ്റെ കണ്ണുകൾ ചുറ്റും പരതി. ഒരു കൊടുങ്കാറ്റ് കണക്കെ ഓടിയെടുത്തവൾ അവൻ ഇറുകെ പുണർന്നു. പുറകെ ഓടി അറ്റൻഡർമാർ ആ കാഴ്ചയിൽ തറഞ്ഞിരുന്നു. ആരിലും ഒതുങ്ങാത്തവനൊരു കൊച്ചുകുഞ്ഞിനെ പോലെ ഒതുങ്ങി നിൽക്കുന്നു. അബി, എന്തൊരു കോലാടാ ഇത്. ഞാനില്ലടാ നിനക്ക്. വന്നേ. നിറഞ്ഞ കണ്ണീരോടെ പറഞ്ഞാൽ അവനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. അനുസരണയുള്ള ഒരു കുഞ്ഞിനെ കണക്കെ അവന്. ആരിരുവനും തനിക്ക് മുമ്പിലൂടെ നടന്നു നീങ്ങുന്ന കാണെ ന്യൂസ് ചാനലിൽ നിന്നും കേട്ട വാർത്തയെ ഒരു മന്ദപ്പോടെ കേട്ടുന്ന മകനെ ആ അമ്മ ഓർത്തെടുക്കുകയായിരുന്നു. ചാനലിലെ പെൺകുട്ടി അവളിൽ നിന്ന് താൻ ആണയിട്ട് പറയുന്ന കേൾക്കാതെ ഇരുചെവിയും പൊത്തിപ്പിടിച്ച് അലറിയവനെ അവർ ഭീതിയോടെ നോക്കി. തന്നെ പേടിയോടെ തള്ളി മാറ്റിയവൻ്റെ കയ്യിൽ നിന്ന് ഊർന്നു വീണ ഡയറിയും അതിലെ വരികളും ആ നിമിഷം അവരിൽ ഓടിയെത്തി. അതെ,
അവനിൽ അവളോടുള്ള ഇഷ്ടം ഭ്രാന്തമാണ്. അവളില്ലായ്മ അവനെ ഭ്രാന്തനാക്കുന്നതാണ്. തന്റെ മകനെ ചേർത്ത് പിടിച്ചു പോകുന്നവളെ കാണെ അവർ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി. അവന്റെ വിരലുകളിൽ വിരൽ കോർത്തവൻ മുന്നോട്ട് നടന്നു. തന്റെ പ്രാണനായവനെ തിരിച്ചു കൊണ്ടുവരുമെന്ന ഉറച്ച തീരുമാനത്തോടെ, പ്രതീക്ഷയോടെ.